പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കേരള കത്തോലിക്കാ സഭയിലെ മാധ്യമ പ്രേക്ഷിതത്വത്തിൻ്റെ ചരിത്രഗതിയിൽ ഒരു സുവർണ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ കേരളത്തിലെ കത്തോലിക്കാ സഭയുടെ സെക്യുലർ ചാനലായ ഷെക്കൈന TV മിസ്പ കൺവെൻഷൻ എന്ന പേരിൽ ഒരു പ്രബോധന പ്രഘോഷണം ആരംഭിച്ചത്. പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് 1-ാം മിസ്പ കൺവെൻഷൻ ഷെക്കൈന TV ആരംഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ പ്രഘോഷണങ്ങളിലൂടെ കേരള ക്രൈസ്തവ സമൂഹത്തെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെതുമായ ഒരു പുതിയ ബോധധാരയിലേക്ക് വിളിച്ചുണർത്താൻ കാവൽ ഗോപുരം എന്നു പേരുള്ള മിസ്പ കൺവെൻഷന് കഴിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് ഷെക്കൈന TV ആരംഭിച്ച 2-ാം മിസ്പ കൺവെൻഷൻ്റെ 2-ാം ദിനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരും ഞാനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഈ മാധ്യമ വചന പ്രഘോഷണ വേദിയിൽ ഒരുമിക്കുന്നത്. ഇന്നേ ദിവസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാമൂഹിക ഭദ്രത, കേരളത്തിലും ഭാരതത്തിലുമുള്ള ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾക്ക് ഒന്ന് വിചിന്തനം നടത്താം. ഇന്നലെ അഭിവന്യനായ വചനപ്രഘോഷകൻ നമ്മുടെ പ്രിയപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ പഠനാർഹമായ ചില ചിന്തകൾ അവതരിപ്പിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ജനതതി പതിറ്റാണ്ടുകളിലൂടെയുള്ള അവരുടെ സാമൂഹികമായ ജീവിത യാത്ര തുടരുമ്പോൾ അത് എത്ര കാലമുണ്ടാകും എന്നതിൻ്റെ വളരെ പ്രകടമായ ഒരു പഠനരേഖയായിരുന്നു ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ മിസ്പ കൺവെൻഷൻ്റെ 1-ാം ദിവസം പ്രിയപ്പെട്ട വട്ടായിലച്ചൻ അവതരിപ്പിച്ചത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ 4 പ്രതിസന്ധികൾ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടതായ മേഖലകൾ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ വിചിന്തന വിധേയമാക്കുക. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനന നിരക്കാണ് എന്ന് ഇന്നലെ പ്രിയപ്പെട്ട വട്ടായിലച്ചൻ പ്രശസ്തമായ 2001 സക്കറിയ റിപ്പോർട്ടിനോട് ബന്ധപ്പെട്ട്, ജനസംഖ്യാ റിപ്പോർട്ടിനോട് ബന്ധപ്പെട്ട് പറയുകയുണ്ടായി. രണ്ടാമത്തെ വലിയ പ്രതിസന്ധി വർദ്ധിക്കുന്ന വിവാഹമോചനമാണ്. മൂന്നാമത്തെ ഒരു പ്രതിസന്ധിയാണ് അവിവാഹിതരുടെ വർധനവ്. പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ മക്കളുടെ
കാര്യമാണ് മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഈ മൂന്നാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ പ്രധാനമായും സഭയും സാമുദായിക ഭദ്രതയും എന്ന ഒരു ശീർഷകത്തിൻ കീഴിൽ അല്പസമയം വിചിന്തനത്തിന് വിധേയമാക്കുന്നത്. പ്രിയപ്പെട്ട വട്ടായിലച്ചൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു സെക്കുലർ TV ചാനലിലൂടെ ക്രൈസ്തവ മതവിഭാഗത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ അത് കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങളുടെ സഹോദര മതവിശ്വാസികൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമാകേണ്ടതില്ല എന്ന് പ്രിയപ്പെട്ട വട്ടായിലച്ചൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. അച്ഛനോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ഇവിടെ സാമുദായിക ഭദ്രതയെപ്പറ്റി, സഭയുടെ വിശ്വാസ സമൂഹത്തിൻ്റെ സംഘടിതമായ വളർച്ചയുടെ ആവശ്യകതയെപ്പറ്റി വിവിധ വചനപ്രഘോഷകർ ആശയങ്ങൾ പങ്കുവെക്കുന്നതും അതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാം, ക്രൈസ്തവ സമൂഹം കേരളത്തിൽ വളർച്ചാ നിരക്കല്ല, തളർച്ചാ നിരക്ക് അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ പ്രത്യാശാ നിർഭരമായിട്ടുള്ള ഒരു ഭാവി നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നില്ല. ഭാവിയെപ്പറ്റി, നാളെയെപ്പറ്റി ഒരു തരത്തിലുമുള്ള ആശങ്ക നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വചനത്തിൽ ഈശോ നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് നാളെയെപ്പറ്റി നിങ്ങൾക്ക് ഉത്കണ്ഠ വേണ്ട. അവിടുന്ന് നമ്മെ പരിപാലിച്ചുകൊള്ളും. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ ആ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ കാര്യം ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ കാര്യം ചിന്തിക്കണം എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നാളെയെപ്പറ്റി നമുക്ക് ഉത്കണ്ഠ വേണ്ട. പക്ഷേ ഇന്നത്തെ കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമ്മൾ ഈ ഒരു വചന വിചിന്തനം, ഈ ഒരു പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നലെ ബഹുമാനപ്പെട്ട വട്ടായിച്ചൻ പറഞ്ഞതുപോലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, വ്യത്യസ്തമായ സഭാ സമൂഹങ്ങളിൽ ഒരേ ലക്ഷ്യത്തിലേക്ക്, ഒരേ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തമായ അടരുകളായി കേരളത്തിൽ കത്തോലിക്ക സഭയും മറ്റ് ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുമൊക്കെ കേരളത്തിൽ ഒരുമിച്ച് വളരുകയാണ്. ഈ വിശ്വാസി സമൂഹത്തോട് വിശ്വാസത്തിന് നേതൃത്വം, വിശ്വാസ ജീവിതത്തിന് നേതൃത്വം നൽകാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വൈദിക സമൂഹം നിരന്തരം പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് വിശ്വാസ ഭദ്രതയാണ്. ഒരു സമുദായത്തിന് ഭദ്രതയുണ്ടാകണമെങ്കിൽ, ഒരു വിശ്വാസ സമൂഹത്തിന് ഭദ്രതയുണ്ടാകണമെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് ആ സമൂഹത്തിലെ വ്യക്തികളുടെ വിശ്വാസത്തിൻ്റെ ഭദ്രതയാണ്. വിശ്വാസ ഭദ്രത വിശ്വാസികൾക്കുണ്ടാകാൻ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ കൃത്യമായ വിശ്വാസ പരിശീലന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ക്രൈസ്തവ മതധാരകളിൽ ഉള്ളതുപോലെ വേദപഠനം, വേദോപദേശം ഇത്ര കൃത്യമായ സിലബസ് അധിഷ്ഠിതമായി നിർവഹിക്കുന്ന മറ്റ് മതവിഭാഗങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വിശ്വാസ ഭദ്രതയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക ജീവിത ക്രമമാണ് കത്തോലിക്ക സഭ വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറ്റ് സഭാ സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ പങ്കുവയ്ക്കുന്ന ചിന്ത കത്തോലിക്ക സഭയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ മാത്രം ഒരു ചിന്തയല്ല. എല്ലാ ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരു വളർച്ച സ്വപ്നം കണ്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഇന്ന് ഇവിടെ ഈ ചിന്ത പങ്കുവയ്ക്കുക. ഈ ദിവസങ്ങളിലെ ചിന്തകളുടെ എല്ലാം ലക്ഷ്യം അതുതന്നെയാണ്. കത്തോലിക്ക സഭയിൽ വിശ്വാസി സമൂഹം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ
ഒരു സമൂഹ ജീവിത ക്രമമാണ് അനുശീലിക്കുന്നത്. എല്ലാ വിശ്വാസികളും ഞായറാഴ്ച കടമുള്ള ദിവസം നിർബന്ധമായും മറ്റു ദിവസങ്ങളിൽ സാധിക്കുന്നത് പോലെയും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണമെന്നും വിശുദ്ധ കുർബാനയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവവചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ക്രിസ്തുനാഥനെ ജീവിതത്തിൻ്റെ രാജാവും രക്ഷകനുമായി അനുഭവിച്ചുകൊണ്ട് വ്യക്തിപരമായ വിശ്വാസ ജീവിതം, കുടുംബത്തിലുള്ള വിശ്വാസ ജീവിതം തുടരണമെന്നുമാണ് സഭ വിശ്വാസികളെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. അത്തരത്തിൽ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ വിശ്വാസ ഭദ്രതയോട് കൂടിയ ഒരു ജീവിത ശൈലിയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ നിരവധി വചനപ്രഘോഷണങ്ങൾ, ബൈബിൾ കൺവെൻഷനുകൾ, നമ്മുടെ പെരുന്നാളുകൾ, നമ്മുടെ മറ്റ് പ്രാർത്ഥനകളെല്ലാം ഒരു സമുദായത്തിന്റെ വിശ്വാസ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ വിശ്വാസ ഭദ്രതയുടെ തുടർച്ചയാണ് സഭ വിശ്വാസികളോട് രണ്ടാമതായി നിഷ്കർഷിക്കുന്ന ദാമ്പത്യ ഭദ്രത. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 3 മുതലുള്ള വചനങ്ങളിൽ എല്ലാ വിവാഹ ആശീർവാദ കർമ്മങ്ങൾക്കും നമ്മൾ വായിക്കുന്ന ഈശോ വിവാഹത്തെ പറ്റി, ദാമ്പത്യത്തെ പറ്റി ഈശോ പറയുന്ന ഈ ഒരു വചനം നമ്മൾ നിരന്തരം ക്രൈസ്തവ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നതാണത്. ദൈവമാണ് യോജിപ്പിക്കുന്നത്. ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യൻ വേർപെടുത്തരുത്. അപ്പോൾ ക്രൈസ്തവ സഭയിൽ, കത്തോലിക്ക സഭയിൽ ദാമ്പത്യം എന്നത് വിവാഹം എന്ന ഘടനയിലുള്ള ഒരു കൗദാശിക അനുഭവമായിട്ടാണ് സഭ അവതരിപ്പിക്കുന്നത്. വിവാഹം ഒരു കൂദാശയാണ് കത്തോലിക്ക സഭയിൽ. വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഒരേ വിശ്വാസത്തിലുള്ള, ക്രൈസ്തവ വിശ്വാസത്തിലുള്ള പുരുഷനും ക്രൈസ്തവ വിശ്വാസത്തിലുള്ള സ്ത്രീയും ഒരുമിച്ച് ദേവാലയത്തിൽ വെച്ച് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും സാന്നിധ്യത്തിൽ കാർമ്മികന്റെ, വൈദികന്റെ ആശീർവാദത്തോടു കൂടി ആരംഭിക്കുന്ന കൗദാശിക ജീവിതമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം. അതുകൊണ്ട് തന്നെ വിശ്വാസ ഭദ്രത പോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു സമുദായ ഭദ്രതയുടെ അടിത്തറയായിട്ടാണ് കുടുംബ ഭദ്രത, ദാമ്പത്യ ഭദ്രത സഭ അവതരിപ്പിക്കുന്നത്. അതങ്ങനെയാണ് താനും, അത്രയേറെ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ കത്തോലിക്ക കുടുംബങ്ങളിൽ, ക്രൈസ്തവ കുടുംബങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, വിവാഹത്തിൻ്റെ 50-ാം ജൂബിലി കഴിഞ്ഞവർ, 40-ാം ജൂബിലി കഴിഞ്ഞവർ, ഇങ്ങനെ പതിറ്റാണ്ടുകൾ ഒരുമിച്ച് വിവാഹ ജീവിതം നയിച്ചവർ, അങ്ങനെയുള്ള നല്ല മാതാപിതാക്കൾക്ക് പിറന്ന മക്കളാണ് നമ്മൾ. അപ്പോൾ കുടുംബജീവിതം ഒരു കൗദാശിക അനുഭവമായി, ഒരു പ്രാർത്ഥനയായി, ഒരു വിശ്വാസ അനുഷ്ഠാനമായി തലമുറകളായി കൊണ്ടുവരികയാണ് നമ്മുടെ പൂർവ്വ പിതാമഹന്മാരും നമ്മുടെ മാതാപിതാക്കളും. അതുകൊണ്ട് സാമുദായിക ഭദ്രതയുടെ രണ്ടാമത്തെ അടിസ്ഥാന ഘടകമായി സഭ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത് ദാമ്പത്യ ഭദ്രതയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ വിശ്വാസികളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത് രണ്ടുകൊണ്ടും വിശ്വാസികളുടെ കുടുംബജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മൂന്നാമത്തെ ഒരു ഭദ്രതയാണ്. കുടുംബജീവിതത്തിനും സമൂഹ ജീവിതത്തിനും അടിസ്ഥാനമായ സാമ്പത്തിക ഭദ്രതയാണത്. ക്രൈസ്തവ സമൂഹത്തിലെ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടോ? ഈ ചോദ്യമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അവിവാഹിതരുടെ വർധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കാരണങ്ങളിലൊന്ന്.
ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായ ഒരു അസ്ഥിരതയാണ് എന്ന് 2001 സക്കറിയ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെതായ കാരണങ്ങൾ വളരെ പഠനാർഹമായ അവതരണത്തിലൂടെ അദ്ദേഹം നടത്തുന്നുമുണ്ട്. അത് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ മിസ്ബ കൺവെൻഷൻ കഴിയുമ്പോൾ ഓരോ സഭകളിലും ഓരോ രൂപതയിലും അത് കൃത്യമായി പഠിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിൽ ഓരോ കുടുംബവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അത് അവരുടെ തനിച്ചുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് സാമ്പത്തിക ഭദ്രത സഭാ സമൂഹങ്ങളിൽ നിലനിൽക്കുന്നത്. അതിന് സഭയുടെ ഭാഗത്തു നിന്ന്, മതപരമായ കെട്ടുറപ്പിൽ നിന്ന് വ്യക്തവും കൃത്യവും തുടർച്ചയുള്ളതുമായ ഒരു നേതൃത്വം, സാമ്പത്തിക ഭദ്രത വിശ്വാസികൾക്ക്, ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ടാകാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല. വിവിധ തരത്തിൽ പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് ചെയ്യുന്ന നിരവധി അനുഭവങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു തുടർ പ്രക്രിയ ഈ ഒരു കാര്യത്തിൽ സഭകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നില്ല. അതിൻ്റെ പേരിൽ കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് സാമ്പത്തികമായ അരക്ഷിതത്വം നേരിടുകയാണ് എന്നുള്ളൊരു വസ്തുത ഒരു പൊതുവിചിന്തനത്തിനായി ഇവിടെ അവതരിപ്പിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഒരു കെടുതിയാണ്, ഒരു നിഷേധാത്മകമായ ഒരു കാഴ്ചയാണ് അവിവാഹിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ള ഒരു ധാരണ അനുസരിച്ച് ചെറുക്കന് ഒരു സാമ്പത്തിക ഭദ്രതയായതിനു ശേഷം പെണ്ണിനെ കാണുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതിയെന്നാണ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള സാമ്പത്തിക ഭദ്രത ഒറ്റയ്ക്ക് നേടിയതിന് ശേഷം മാത്രം ചെറുക്കൻ ഈ ഒരു കല്യാണത്തെ പറ്റി ആലോചിച്ചാൽ മതി. അതിനു മുമ്പ് കത്തോലിക്ക കുടുംബത്തിലോ ക്രൈസ്തവ കുടുംബങ്ങളിലോ ഒക്കെ കല്യാണത്തെ പറ്റി, ചെറുക്കന് കല്യാണം എന്ന് പറയുമ്പോഴേക്കും അവന് എന്നെ ജോലി എന്താ, ഒന്നും ആയിട്ടില്ലല്ലോ, ആകട്ടെ, എന്തിനാ ഇത്ര തിരക്ക് പിടിക്കുന്നത്? അങ്ങനെയൊരു സംഭാഷണ രീതികളിലൂടെ നമ്മളുടെ ഈ വിവാഹപ്രായം ഇങ്ങനെ തള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആൺകുട്ടികളുടെ എണ്ണം എടുത്താൽ നമ്മൾ ഞെട്ടിപ്പോവും. സക്കറിയ കമ്മീഷനിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ, സുറിയാനി കത്തോലിക്കരുടെ ഒരു ക്രൂരമായ അലസത അവർക്ക് ഡേറ്റ ഇല്ല എന്നുള്ളതാണ്. കാര്യം ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്, എല്ലാ കാര്യവും കൃത്യമായിട്ട് പോകുന്നതായി കണക്കുകളിലൊക്കെ പ്രകടിപ്പിക്കാനും അതിനുള്ള പരിശ്രമങ്ങൾ നടത്താനും ഒക്കെ സംഘടിതമായ പരിശ്രമങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ സീറോ മലബാർ സഭയിൽ 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാതെ എത്ര പേർ നിൽപ്പുണ്ട് എന്ന് ചോദിച്ചാൽ, സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു കണക്ക് നമ്മുടെ കൈകളിൽ ഇല്ല. ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും പോലെ ചില രൂപതകൾ കൃത്യമായ കണക്കെടുത്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ആയിരക്കണക്കിന് യുവജനങ്ങളാണ് വിവാഹിതരാകാതെ കുടുംബങ്ങളിൽ നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കണക്ക് ഏകോപിപ്പിച്ചപ്പോൾ സീറോ മലബാർ സഭയിൽ തന്നെ ഏകദേശം 1 ലക്ഷത്തോളം മക്കളാണ് 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് എന്ന ഒരു വലിയ സത്യം തിരിച്ചറിയുകയാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ് എന്നതാണ് എൻ്റെ എളിയൊരു നിരീക്ഷണം. എന്താണ് ആ കാഴ്ചപ്പാട്? ആ കാഴ്ചപ്പാട് മറ്റൊന്നുമല്ല, ചെറുക്കൻ ഒരു പെണ്ണിനെ പോറ്റാനുള്ള ആയിട്ടുണ്ടോ എങ്കിൽ മാത്രം കല്യാണം എന്ന് ക്രൈസ്തവ കാർന്നോന്മാരുടെ, മാതാപിതാക്കളുടെ മനസ്സിൽ ആരോ ഇങ്ങനെ എഴുതി ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ മറ്റ് മതവിഭാഗങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കിയ കാര്യം, നമ്മുടെ അയൽപക്കത്താണ് താമസിക്കുന്നത്. അവരുടെ
ഒരു സാമുദായിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി വിവാഹമെന്ന സാമൂഹിക ഘടനയ്ക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് എന്ന് ക്രൈസ്തവ സമൂഹം കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. പക്ഷെ അത് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനായി നമ്മൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഭാരത സർക്കാർ ഭരണഘടന അനുസരിച്ച് അനുവദിച്ചിരിക്കുന്ന പ്രായം പെൺകുട്ടിക്ക് 18 വയസ്സും ആൺകുട്ടിക്ക് 21 വയസ്സുമാണ് പ്രായപൂർത്തിയാകുന്ന പ്രായം. അതുതന്നെയാണ് ഇവിടെ അംഗീകൃതമായിട്ടുള്ളൊരു വിവാഹപ്രായം. എന്നാൽ അത്രയും തൊട്ട് താഴെ വിവാഹം കഴിച്ചില്ലെങ്കിലും അഭിമന്യ പിതാക്കന്മാർ ഇപ്പോൾ വിവിധ രൂപതകളിൽ ഇടയലേഖനങ്ങളിലൂടെ ആവശ്യപ്പെട്ടതും ആഹ്വാനം ചെയ്തതും പോലെ 25 വയസ്സാകുമ്പോഴേക്കും ആൺകുട്ടി വിവാഹം കഴിച്ചിരിക്കണമെന്ന്, 22-23 വയസ്സാകുമ്പോഴേക്കും ഒരു കത്തോലിക്ക പെൺകുട്ടി, ക്രൈസ്തവ പെൺകുട്ടി വിവാഹം കഴിച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധം. അതൊരു കൺസെപ്ച്വൽ ചേഞ്ചാണ്, അതൊരു ആശയപരമായ ഒരു മാറ്റമാണ്. ആ ഒരു മാറ്റം പ്രവൃത്തിയിലേക്ക് പരിവർത്തനം ചെയ്ത് എടുക്കാൻ ഒരു സാമൂഹികമായ ഒരു ജാഗ്രതയുണ്ടാവണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് എന്ന് ഈ മെസ്പ കൺവെൻഷനിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സമുദായ നേതാക്കളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വിവാഹത്തിന് ശേഷം കേരളത്തിലെ കോളേജുകളിൽ പഠിക്കുന്ന മറ്റ് മതസമൂഹങ്ങളിലുള്ള നിരവധി മക്കൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വിവാഹത്തിന് ശേഷം കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് അയ്യോ അതെന്തോ മാരകമായ പാപം പോലെയാണ്, എന്തോ നാണക്കേട് പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു തമാശയുണ്ട്. എന്തിൻ്റെ പേരിലാണ് ഈ വിവാഹപ്രായം താമസിപ്പിക്കുന്നത്? വിവാഹപ്രായം താമസിപ്പിക്കുന്നത് ചെറുക്കന് ഒരു പെണ്ണിനെ പോറ്റാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടില്ല, തനിച്ച് പോറ്റാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ട് കെട്ടിക്കാം. അങ്ങനെ 30 വയസ്സ്, 32 വയസ്സ്, 35 വയസ്സ് വരെ അങ്ങനെ നീണ്ടുപോകുന്നു. പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ താഴെ 25 കഴിഞ്ഞിട്ടുള്ള മുകളിലേക്കുള്ള പെണ്ണിനെ അന്വേഷിക്കുന്നു. അങ്ങനെ 28, 29, 30 ആകുമ്പോൾ കിട്ടിയാൽ കിട്ടി. ഇത് കെട്ടിക്കഴിഞ്ഞിട്ടോ ഇവർ രണ്ടും കൂടെ തന്നെയാണോ വീണ്ടും ഈ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്? അല്ല, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ ഒരുമിച്ച് തന്നെയാണ് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി വീണ്ടും ഇവരെ ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ആ പരിശ്രമം ഒരു 5 വർഷം മുമ്പ്, ഒരു 8 വർഷം മുമ്പ് നടത്താൻ മേലായിരുന്നോ എന്ന് നടത്തി കഴിയുമ്പോൾ, ഈ 35 വയസ്സ് കഴിഞ്ഞുള്ള കല്യാണം കഴിച്ചു കഴിയുമ്പോൾ, നടത്തി കഴിയുമ്പോൾ പല കാരണവന്മാരും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പങ്കുവെക്കുന്നു, ഷോ കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്നു, ഇപ്പോഴും ഇത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഇത് കുറച്ച് നേരത്തെ ചെയ്തുകൂടായിരുന്നു നമുക്ക് എന്ന് ചോദിച്ചുകൊണ്ട് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ഇങ്ങനെ തലയിലെ നരയൊക്കെ ഇങ്ങനെ കറുത്ത മഷി കൊണ്ട് പിന്നെ മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചു വരുന്ന നവവരനെ നോക്കി ഇങ്ങനെ 65 വയസ്സ് കഴിഞ്ഞ അമ്മ, 70 വയസ്സ് കഴിഞ്ഞ അപ്പൻ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മുടെ പല കുടുംബങ്ങളുടെയും കല്യാണ വീട്ടുകളിലെ കാണാത്ത കണ്ണീരിന്റെ കഥകളാണ്. ഈ ഒരു സംസ്കാരത്തിന് മാറ്റം വരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. ഇതൊരു കൺസെപ്ച്വൽ ചേഞ്ച് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇത് നമ്മൾ ബോധപൂർവം ഈ സമുദായത്തിൻ്റെ മുഴുവൻ ഘടനകളും കൂടി ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ചാൽ മാത്രം വരുത്താവുന്ന ഒരു മാറ്റമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമായി നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ, ഈ അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ, ഈ ഡിസംബർ 8-ാം തീയതി നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് തീരുമാനമെടുക്കാം. നമ്മുടെ മക്കളെ നേരത്തെ തന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള ഒരു തീരുമാനം. അങ്ങനെ നമ്മുടെ ആൺമക്കൾ ആണുങ്ങളായിട്ട് 20 വയസ്സ് പൂർത്തിയാകട്ടെ. 25 വയസ്സാകുമ്പോഴേക്കും ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ആണത്വം എനിക്കുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന രീതിയിൽ നട്ടലുള്ള ആൺമക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കട്ടെ. ഇവിടെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണത്തെക്കാൾ കൂടുതൽ പുരുഷ ശാക്തീകരണം ആവശ്യമായിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരുടെ മുമ്പിലേക്ക് ഞാൻ തുറന്നു പറയുന്നത്.
ഇവിടെ പുരുഷ ശാക്തീകരണം ക്രൈസ്തവ സമുദായത്തിൽ ആവശ്യമാണ്. വളർന്നു വരുന്ന ആൺകുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടും ആത്മബോധത്തോടും കൂടി സ്വന്തം ജീവിതത്തെ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പരിശീലിപ്പിച്ചെടുക്കാൻ മാത്രമുള്ള ഈ ഒരു ആണത്വം നമ്മുടെ ആൺമക്കൾക്ക് ഇവിടെ ഉണ്ടോ എന്ന് തുറന്നു ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ബോധപൂർവം ഈ ചിന്ത ഏറ്റുവാങ്ങണം. വിവാഹം യൗവനത്തിൽ നടക്കുമ്പോഴാണ് യൗവനത്തിൽ നല്ല ഓജസ്സും തേജസ്സുമുള്ള മക്കൾ ഒരു കുടുംബത്തിൻ്റെ അഴകായി, ആരോഗ്യമായി, പ്രതീക്ഷയായി ഉണ്ടായി വരുന്നത്. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇന്ന് കാണുന്ന തമാശ എന്താണ്? ഞാൻ തമാശ എന്നുള്ള വാക്കുപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം. അത് കാലത്തിൻ്റെ വികൃതമായൊരു തമാശ ആയതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. നവവരനെ സ്വീകരിച്ച്, നവവധുവിനെ സ്വീകരിച്ച് വീട്ടിലേക്ക് ആനയിക്കുന്ന ഒരു കത്തോലിക്ക കുടുംബത്തിലെ ഒരു ശരാശരി അമ്മയുടെ പ്രായം 60 അല്ലെങ്കിൽ 65. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ 2 തവണ തോളത്തിങ്ങനെ എടുത്തിടാനുള്ള ആരോഗ്യമില്ല കുഞ്ഞിൻ്റെ വല്യമ്മയ്ക്ക്. അപ്പോൾ തന്നെ വേണം ഹോം നേഴ്സിനെ വയ്ക്കാൻ 15,000 രൂപ അതിന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചെലവുകൾ ഇങ്ങനെ പെരുകുകയാണ്. മക്കളെ വളർത്തുന്നതിൻ്റെ ചെലവ് കൂടുന്നതിൻ്റെ പേരിൽ ഒരു പ്രായോഗിക തീരുമാനമെടുക്കാൻ പലരും നിർബന്ധിതരാവുകയാണ്. മക്കൾ വേണ്ട എന്നൊരു തീരുമാനം, അല്ലെങ്കിൽ വേണമെങ്കിൽ തന്നെ മക്കൾ 1 മതി, അല്ലെങ്കിൽ കഷ്ടിച്ച് 2 മതി എന്നൊരു തീരുമാനം. ഒരു മതസമൂഹത്തിന്, ഒരു പൊതുസമൂഹത്തിൽ നിലനിൽക്കാൻ അടിസ്ഥാനപരമായി വേണ്ട മക്കളുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കളാണ് എന്ന് ജനസംഖ്യാ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുമ്പോഴാണ് കേരളത്തിൽ 2001 നടന്ന പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ ശരാശരി 1 കുട്ടിയാണ് ഉള്ളത് എന്ന്. അത് 2030, 2040 എത്തുമ്പോഴേക്കും അത് 0.5%, അതായത് 1/2 കുട്ടി. 2 വീടുകൾ എടുക്കുമ്പോഴാണ് ഒരു ക്രൈസ്തവ കുഞ്ഞിനെ കാണാൻ കഴിയുക. ഈ സമൂഹത്തിൻ്റെ യാത്ര കഴിഞ്ഞ മിസ്ബ കൺവെൻഷനിൽ നമ്മൾ പങ്കുവെച്ചതുപോലെ തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ യാത്ര അത് സെമിത്തേരിയിലേക്കുള്ള പദയാത്രയാണ്, ശവക്കോട്ടയിലേക്കുള്ള പദയാത്രയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ യാത്ര. ഈ ഒരു വിഷയം കേരളത്തിലെ വിവിധ സഭാ സമൂഹങ്ങളുടെ ആത്മീയ നേതൃത്വവും സാമുദായിക നേതൃത്വവും എങ്ങനെയാണ് ഗൗരവമായിട്ട് സ്വീകരിക്കാൻ കഴിയുക? ആദ്യമായി ആത്മീയ നേതൃത്വത്തിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചിന്തയിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ പുരോഹിതരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുക. കത്തോലിക്ക സഭയിലെ CMI സഭയിലെ സന്യാസ വൈദികനായിട്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപ്പസ്തോലിക പ്രബോധനം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രatelli tutti, സർവരും സോദരർ എന്ന ഒരു പ്രബോധനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഫ്രatelli tuttiയെ പറ്റി, സർവരും സോദരർ എന്ന ആ ഒരു സഭാ പ്രബോധനത്തെ പറ്റി ഞങ്ങൾ വൈദിക സമൂഹവും സിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന സമർപ്പിത സമൂഹവും ഭക്ത സംഘടനകളിൽ ഉള്ള വിദ്യാർത്ഥി സമൂഹവും ഒക്കെ ലേഖന മത്സരങ്ങൾ, കവിതാ മത്സരങ്ങൾ, കഥാമത്സരങ്ങൾ ഒക്കെ എഴുതി ഈ ഒരു ചാക്രിക ലേഖനം, ഈ ഒരു പഠനം പഠിച്ച് അഭിമന്യ പിതാവ് ആഗ്രഹിച്ച ചിന്തകളും മൂല്യങ്ങളും ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാക്കുവാനുള്ള ബൗദ്ധിക പരിശീലനത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലതുമാണ്. ഈ ഫ്രatelli tuttiയുടെ 2ാമത്തെ അധ്യായം പരിശുദ്ധ മാർപ്പാപ്പ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 10ാമത്തെ അധ്യായത്തിലെ നല്ല സമറായന്റെ ഉപമ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. വളരെ മനോഹരമായ ദർശനങ്ങളാണ് അഭിമന്യ പിതാവ് ഈ 2ാമത്തെ അധ്യായത്തിൽ ആവിഷ്കരിക്കുന്നത്. വഴിയരികിലെ അപരിചിതൻ എന്ന ശീർഷകം തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് എന്ന ശീർഷകമാണ്. ആ ഒരു പ്രബോധനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ എനിക്കിപ്പോൾ സമയമില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട
ശ്രോതാക്കളോട് പങ്കുവയ്ക്കാൻ മറ്റൊരു ചിന്തയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നല്ല സമറായിൻ്റെ ഉപമ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ച് അവൻ്റെ സമ്പത്തും ഭാണ്ഡക്കെട്ടുമെല്ലാം കൊള്ളയടിച്ച് അവനെ അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. അപ്പോൾ ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവൻ മുറിവേറ്റവനെ കണ്ടിട്ട് മറുവശത്ത് കൂടെ കടന്നുപോയി. ഒരു ലേവായൻ ആ വഴിയെ വന്നു. അയാൾ പുരോഹിതൻ ചെയ്തതുപോലെ തന്നെ മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് കാണാതെ കടന്നുപോയി. അപ്പോൾ യഹൂദനല്ലാത്ത ഒരു വിജാതീയൻ, ഒരു അന്യമതസ്ഥൻ, സമറായൻകാരനായ ഒരുവൻ വരികയാണ്. അയാൾ വന്ന് ഈ വീണ് കിടക്കുന്ന യഹൂദൻ്റെ മുറിവ് വെച്ച് കെട്ടുകയും ഒരു കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ അയാൾ തന്നെ ഈ യഹൂദനെ കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു കഥ പറഞ്ഞിട്ട് ഈശോ ചോദിക്കുകയാണ്, ഈ മൂവരിൽ ആരാണ് ഈ മുറിവേറ്റവൻ അയൽക്കാരനായി മാറിയത്? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ഈശോയോട് ഒരു നിയമജ്ഞൻ ചോദിക്കുന്നതിൻ്റെ മറുപടിയായിട്ടാണ് ഈശോ ഈ കഥ പറയുന്നത്. ആരാണ് എൻ്റെ അയൽക്കാരൻ? എന്നിട്ട് അതിനു മുമ്പ് തന്നെ ഈശോ അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. എന്ത് അടിസ്ഥാന പ്രമാണങ്ങൾ, യഹൂദ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈശോ പറയിപ്പിക്കുന്നതിൻ്റെ കൂടെ രണ്ടാമത്തെ പ്രമാണമായിട്ട്, ഒന്നാമത്തെ പ്രമാണം ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആരാണ് അയൽക്കാരൻ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ അയൽക്കാരൻ ആരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഈശോ ഈ കഥ പറഞ്ഞത്. ഈശോ കഥ പറഞ്ഞതിൽ ഈ യഹൂദ വിശ്വാസിയായ മുറിവേറ്റവന് അയൽക്കാരനാകാനായിട്ട് വന്നത് ഒരു വിജാതീയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിജാതീയൻ്റെ പേരെടുത്ത് ഈ ഉപമയ്ക്ക് ശീർഷകമാക്കി കൊടുത്തിട്ടാണ് നല്ല സമറായൻ്റെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഈശോ അവതരിപ്പിക്കുന്നത്. സുവിശേഷകന്മാർ ആ ഒരു രീതിയിലാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ നേതാക്കൾ, ഞാൻ ഉൾപ്പെടുന്ന പുരോഹിത വിഭാഗത്തിലെ സമുന്നതരായ ആത്മീയ നേതാക്കൾ, സമർപ്പിതരായിട്ടുള്ള സിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന സമർപ്പിതർ, ഈ ഒരു ഉപമയ്ക്ക് ഈ വർത്തമാനകാലത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാമുദായിക ഭദ്രതയെപ്പറ്റി, വിശ്വാസ സമൂഹത്തിൻ്റെ ഭദ്രതയെപ്പറ്റി തുറന്ന ചർച്ച നടക്കുന്ന ഈ മിസ്പ കൺവെൻഷൻ്റെ രണ്ടാം ദിവസം ഈ ഫ്രത്തല്ലി തൂത്തിയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ അഭിമന്യ പിതാവ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ നല്ല സമറായൻ്റെ ഉപമയ്ക്ക് കാലികമായ ഒരു ആഖ്യാനം നമ്മൾ വേദനയോടുകൂടി ഏറ്റുവാങ്ങുവാൻ ഒരുങ്ങുകയാണ്. ഇവിടെ എൻ്റെ ഒരു എളിയ കാഴ്ചയിൽ ഈ മുറിവേറ്റ് കിടക്കുന്നത് ആരാണ്? ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, ഈശോ യഹൂദനാണ്, യഹൂദരോടാണ് ഈശോ സംസാരിക്കുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, മുറിവേറ്റ് കിടക്കുന്നവൻ ആരാണ്? യഹൂദനാണ്. അങ്ങനെയെങ്കിൽ ക്രൈസ്തവ പുരോഹിതനായ ഞാൻ ഇന്ന് ഈ മുറിവേറ്റ് കിടക്കുന്നത് ആരായിട്ടാണ് മനസ്സിലാക്കേണ്ടത്? അത് എൻ്റെ ക്രൈസ്തവ സമൂഹം തന്നെയാണ്, എൻ്റെ ക്രൈസ്തവ മതവിശ്വാസികൾ തന്നെയാണ്. ഇവിടെ ഈ കേരളത്തിൽ ഈ വർത്തമാനകാലത്തിൽ ജീവിതയാത്ര ആരംഭിച്ചിട്ട് ഇടവഴിയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ട് ഇടറി വീണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ മുറിവേറ്റ് കിടക്കുന്നത് ആരാണ്? ക്രൈസ്തവ സമൂഹമാണ്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. വിശ്വാസ ജീവിത യാത്ര ആരംഭിച്ച് ജീവിതത്തിൻ്റെ ഈ വിശ്വാസ ജീവിതമാകുന്ന ഭാണ്ഡക്കെട്ടും ചുമന്ന് ഈ യാത്ര ആരംഭിച്ച ഈ വിശ്വാസി സംഘടിതരായി വന്ന കൊള്ളക്കാരാൽ കൊള്ള ചെയ്യപ്പെട്ട് അവൻ്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട്, അവകാശങ്ങൾ നഷ്ടപ്പെട്ട്, ആത്മാഭിമാനം നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, വ്യക്തിത്വം നഷ്ടപ്പെട്ട്, അർത്ഥപ്രാണനായി ജീവൻ പകുതി പോയി ഇങ്ങനെ പട്ടിഞ്ഞ് കിടക്കുകയാണ് ഈ വഴിയരികിൽ. അപ്പോഴുണ്ട് അങ്ങകലെ നിന്ന് ഒരു തൂവെള്ള വസ്ത്രത്തിൻ്റെ ശുഭ്രധവളിമ ഇങ്ങനെ അവൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ പതിക്കുകയാണ്. പാതിയടഞ്ഞ കണ്ണവൻ മിഴിച്ചൊന്ന് നോക്കുമ്പോഴുണ്ടല്ലോ നടന്നു വരുന്നത് ഒരു പുരോഹിതനാണ്. ഇവിടെ ഈ കേരളത്തിൻ്റെ വഴിയരികിൽ
ഒരു ക്രൈസ്തവ വിശ്വാസി, ഒരു കത്തോലിക്ക വിശ്വാസി വഴിയരികിൽ വീണ് കിടക്കുമ്പോൾ ഒരു വൈദികനായ ഞാൻ ഈ ലോവയിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ ഒന്നാമതായിട്ട് അയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ചതാണ്, എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ചതാണ് ഈ വരുന്നയാള്. അതുകൊണ്ട് എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ അടുത്തേക്ക് അയച്ചു തന്നല്ലോ, എന്നെ രക്ഷിക്കാൻ ഒരു പുരോഹിതനെ അയച്ചു തന്നല്ലോ. അയാൾ ഇങ്ങനെ ആർത്തിയോടെ കൊതിയോടുകൂടി കൊതിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുകയാണ്? ഈ വെള്ള വസ്ത്രം ഇങ്ങനെ നടന്നടുത്തടുത്തടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് എന്നെ ഇങ്ങനെ എടുത്തിങ്ങനെ ഉയർത്തി എൻ്റെ മുറിവുകളിൽ ഇങ്ങനെ ആശ്ലേഷിച്ച് എണ്ണയും തൈലവും വെച്ച് ഇങ്ങനെ കെട്ടി എന്നെ തോളത്തിട്ട് സത്രത്തിലേക്ക്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാഴ്ച ഇങ്ങനെ കൊതിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഈ വെള്ളവസ്ത്രം ഇങ്ങനെ നടന്ന് ഇങ്ങ് വന്ന് അരികിലൂടെ ഇങ്ങനെ അങ്ങ് നടന്ന് അകന്നങ്ങ് പോവുകയാണ്. അയാളുടെ പിറകെ ഈ വെള്ളവസ്ത്രക്കാരനായ ഞാൻ എന്ന് പറയുമ്പോൾ എന്നോടൊപ്പമുള്ള വൈദിക സഹോദരങ്ങൾ, അഭിമന്യ പിതാക്കന്മാരുൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരുൾപ്പെടെയുള്ള വൈദിക സഹോദരങ്ങൾ, ഈ മുറിവേറ്റ് കിടക്കുന്ന ഒരു തുടർ ജീവിതം ഇനിയും സാധ്യമാണോ എന്ന് ആശങ്കാകുലമായ മനോഭാവത്തോടു കിടക്കുന്ന എൻ്റെ സമുദായത്തിൻ്റെ പ്രതീകമായ ഈ മുറിവേറ്റ പഥികൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഞാൻ ഉൾപ്പെടുന്ന വൈദിക സമൂഹം, സമർപ്പിത സമൂഹം ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിൻ്റെ പുറകെ ഇന്ന് നമ്മുടെ സഭാ സമൂഹത്തിലെ സമുന്നതരായ സംഘടനാ നേതാക്കൾ, ലേവായരെ ഞാൻ ആ വിഭാഗത്തിലാണ് പെടുത്തുക, ഇങ്ങനെ കടന്നു വരികയാണ്. ഇങ്ങ് വരുന്നു. അപ്പോൾ രണ്ടാമത് ഇവൻ നോക്കുമ്പോൾ ഇതാ പരിചയമുള്ള നമ്മുടെ സംഘടനാ നേതാവാണ് വരുന്നത്. ഇവിടെ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഓരോ സഭാ സമൂഹത്തിൻ്റെയും അൽമായ സംഘടനകൾക്ക് നിരവധി നേതാക്കൾ, നൂറുകണക്കിന് നേതാക്കൾ, എണ്ണിയാലൊടുങ്ങാത്ത സംഘടനകൾ, കുടുംബ കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള സംഘടിത സംവിധാനങ്ങളിലൂടെ ഒരു കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ആണെങ്കിൽ ഒരൊറ്റ ഇടവകയിൽ തന്നെ ഏകദേശം 20-ലേറെ സംഘടനകൾ, ഒരു ഇടവകയിൽ തന്നെ ഏകദേശം കുടുംബ കൂട്ടായ്മ ഭാരവാഹികളും കൂടെ കൂട്ടിയാൽ 200-ലേറെ ഭാരവാഹികൾ, നേതാക്കൾ ഇങ്ങനെ നടന്നു വരികയാണ്. പഥികൻ വിചാരിച്ചു, അച്ഛൻ ഏതായാലും പോയി, ഇനി ഈ ചേട്ടനെങ്കിലും എൻ്റെ കയ്യിൽ പിടിക്കും. പിടിച്ചില്ല, കടന്നുപോയി. ഞാൻ ദേവാലയത്തിലേക്കാണ് പോയത്. യഹൂദ മതത്തിൻ്റെ ആചാരപ്രകാരം വഴിയിൽ കിടക്കുന്നവനെ തൊട്ടാൽ അശുദ്ധമാകുമായതുകൊണ്ട് ശുദ്ധിയോടെ ബലിയർപ്പിക്കാനാണ് പുരോഹിതൻ പോയത് എന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുമ്പോൾ, ഇവിടെ ഞാനും അതിനുവേണ്ടി തന്നെയാണ് ഈ വഴിയിൽ കിടക്കുന്നവനെ കണ്ടിട്ട് കാണാതെ പോയത്. ഇവിടെ സഹായിക്കാൻ ഉത്തരവാദിത്തമുള്ള 2 പേരും കടന്നുപോയി. അപ്പോഴാണ് മൂന്നാമത്തെയാൾ വരിക. മൂന്നാമത്തെയാൾ ക്രൈസ്തവനല്ല, അയാൾ മറ്റൊരു മതസ്ഥനാണ്. മറ്റൊരു മതസ്ഥൻ, ബൈബിളിൻ്റെ ഭാഷയിൽ വിജാതീയൻ, വന്ന് ഈ വിശ്വാസിയുടെ മുറിവ് വെച്ച് കെട്ടി അയാളുടെ വാഹനത്തിൽ കയറ്റി അയാളുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി അയാളുടെ ചെലവിൽ ചികിത്സിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് എൻ്റെ ദേവാലയ ശുശ്രൂഷ കഴിഞ്ഞ് ഒരുപക്ഷെ ആ ആശുപത്രിയിൽ പോയി ഈ മുറിവേറ്റ പഥികനെ കാണാൻ ഒരുപക്ഷെ ഞാൻ സമയം കണ്ടെത്തിയേക്കാം. അപ്പോഴും ഞാൻ കടന്നു പോകുമ്പോഴും ഈ പഥികൻ, ഈ മുറിവേറ്റ സമുദായം, ഈ മുറിവേറ്റ വിശ്വാസി സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കാലത്തിൻ്റെ അനീതികളുടെ ക്രൂരധർമ്മിഷ്ഠകളിൽപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് കിടന്നിട്ടും, ഹേ പുരോഹിത, നീ എന്തിനാണ് ഈ വേഷം ധരിച്ചിരിക്കുന്നത്? എന്നെ ഒന്ന് കൈപിടിച്ചുയർത്താൻ നിനക്ക് മനസ്സ് വരുന്നില്ലേ? വഴിയരികിൽ നിന്ന് എൻ്റെ ഈ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മിഴിയരികിലേക്ക് ഒരു യാത്ര നടത്താൻ ഇത്രമാത്രം ദൂരമുണ്ടോ നമ്മൾ തമ്മിൽ? ഇതാണ് ചോദ്യം. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ വൈദിക സഹോദരങ്ങളും സമർപ്പിതരും തീർച്ചയായും പറയും, ഈ പറയുന്നതിൽ മുഴുവൻ കാര്യമില്ല. കാരണം കത്തോലിക്ക സഭയാണ്, ക്രൈസ്തവ സമൂഹമാണ് ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങൾ നടത്തുന്നതും ഏറ്റവും കൂടുതൽ ആതുര ശുശ്രൂഷ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിക്കുന്നതും
ഏറ്റവും കൂടുതൽ എന്നുള്ള പദപ്രയോഗം ചേരുന്നില്ലെങ്കിലും സാധിക്കുന്നത് പോലെയെല്ലാം ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാണ് ഈ ഒരു വൈദിക വേഷത്തെ ഇതുപോലെ അവതരിപ്പിച്ചത്? അല്പം അതിശയോക്തി കലർത്തിയാണ് ഞാൻ ഈ വൈദിക വേഷത്തെ അവതരിപ്പിച്ചത്. എൻ്റെ വൈദിക വേഷത്തിനെയാണ്, എന്നോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റാരെയും ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നില്ല ഇത് പറയുമ്പോൾ. ഈ മുറിവേറ്റ് കിടക്കുന്ന എൻ്റെ സമുദായത്തെ, എൻ്റെ വിശ്വാസ സമൂഹത്തെ കണ്ടുകൊണ്ട് സഹായിക്കാൻ മനസ്സ് കാണിക്കാതെ അകന്നു പോകുന്നവനായിട്ട് എന്നെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്നെ നോക്കി ഈ മുറിവേറ്റ് എൻ്റെ സമുദായം ചോദിക്കുകയാണ്, എന്തിനാണ് ഈ വേഷം ധരിച്ച് ഇതിലെ കൂടെ നടന്നു പോകുന്നത്? എൻ്റെ അരികിലേക്ക് വരാൻ കഴിയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലവിളിയാണ്. ഇവിടെ സമുദായത്തിൻ്റെ വിശ്വാസ ഭദ്രതയ്ക്ക് വേണ്ടി തീർച്ചയായും പുരോഹിതരും സമർപ്പിതരും വിശ്വാസി നേതാക്കളും അൽമായ നേതാക്കളും വിശ്വാസി സമൂഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരുമിച്ചുള്ള പ്രയത്നം നമ്മൾ നടത്തുന്നുണ്ട്. ദാമ്പത്യ ഭദ്രതയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ സുപ്രധാനമായ പ്രയത്നങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ വിശ്വാസി സമൂഹത്തിന് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രതയുണ്ടാക്കുവാൻ ഈ വഴിയരികിൽ നിന്ന് ഈ മിഴിയരികിലേക്ക് ഒരു യാത്ര, ഈ കടം കയറി മുടിഞ്ഞവന്റെ കണ്ണ് കാണാൻ പറ്റാത്ത ആ മിഴിയരികിലേക്ക്, എൻ്റെ തിരക്കിൻ്റെ വഴിയരികിൽ നിന്നൊരു യാത്ര നടത്താൻ ഞാൻ മനസ്സാകണമെന്ന് മാത്രമാണ് ഈ മിസ്ബ കൺവെൻഷൻ്റെ 2ാം ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടുള്ള ഒരു പ്രാർത്ഥന. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി വിശ്വാസി സമൂഹത്തിൻ്റെ അധ്വാനത്തോടൊപ്പം പുരോഹിത വിഭാഗവും സമർപ്പിത വിഭാഗവും വൈദികരും സമർപ്പിതരും സംഘടനകളും മുഴുവൻ സംഘടിത സംവിധാനങ്ങളും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സമൂഹത്തെ ഈ ഒരു തകർച്ചയുടെ ചകിരിക്കുഴിയിൽ നിന്ന് പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ പ്രകാശ ലോകത്തേക്ക് പിടിച്ചുയർത്താൻ കഴിയുകയുള്ളൂ എന്ന സത്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഒരു പ്രാർത്ഥനയാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ നല്ല സമറായൻ്റെ ഉപമ ഇവിടെ ഈ ഒരു ഭാഷയിൽ അവതരിപ്പിച്ചത്. കത്തോലിക്ക സഭയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മാത്രം 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഞാനൊരു CMI വൈദികനാണ്. എനിക്കൊരു സമുദായാംഗത്തെ, എൻ്റെ കത്തോലിക്ക സഭയിലെ ഒരു സമുദായാംഗത്തെ എനിക്ക് കാണേണ്ട സമയം എപ്പോഴാണ്? ഒരു ശരാശരി CMI-കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വരുമ്പോഴാണ്. അടച്ചു കഴിഞ്ഞാൽ അടുത്ത സെമസ്റ്ററൽ ഫീസിൻ്റെ സമയത്താണ് അയാൾ സ്കൂളിൽ വരേണ്ടത്, അല്ലെങ്കിൽ ക്ലാസ് PTA സമയത്താണ്. ഈ ഗ്യാപ്പിനിടയിൽ, ഈ കാലഘട്ടത്തിനിടയിൽ ഈ ക്രൈസ്തവ വിശ്വാസി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഒരു CMI-കാരനായ എനിക്ക് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വമില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇനി ഒരു ഇടവക വികാരിയച്ഛനെ സംബന്ധിച്ച് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ കൃത്യമായിട്ട് പങ്കുചേരണം. അടുത്ത ഞായറാഴ്ച കൃത്യമായി വിശുദ്ധ കുർബാനയിൽ വരണം. ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നല്ല കാര്യം നിരവധി പേര് വരുന്നുമുണ്ട്, കാണുന്നുമുണ്ട്. എന്നാൽ ഈ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഈ വിശ്വാസി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നത് ഒരു ശരാശരി വികാരിയച്ഛന്, ഒരു ഇടവകയിലെ എല്ലാ വിശ്വാസികളുടെയും കാര്യത്തിൽ, കുറേയേറെ പേരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായും പരിചയവും ഉണ്ടാവാം. കാരണം ഭവന സന്ദർശനങ്ങളും കുടുംബ സന്ദർശനങ്ങളും കുടുംബ പ്രാർത്ഥനകളും കുടുംബ യൂണിറ്റ് സന്ദർശനങ്ങളും എല്ലാമായി നിരവധി വീടുകൾ വികാരിയച്ഛന്മാർ സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേയേറെ അറിയാം. എങ്കിലും ഒരു ശരാശരി വിശ്വാസിയുടെ വീട്ടിൽ അയാൾക്ക് എത്ര രൂപ അയാൾക്ക് ബാങ്ക് ലോണുണ്ട്, അയാളുടെ വീട്ടിൽ എത്ര രോഗങ്ങളുണ്ട്, രോഗികളല്ല, എത്ര രോഗങ്ങളുണ്ട് അയാളുടെ വീട്ടിൽ, അയാളുടെ മക്കൾ 10 വർഷം കഴിയുമ്പോൾ എന്തായിത്തീരും, ഇങ്ങനെയൊരു മാനവ വിഭവശേഷിയുടെ ഒരു കണക്ക്, ഒരു HR ഓഡിറ്റ് സക്കറിയ കമ്മീഷൻ പറയുകയാണ്. ഏറ്റവും കുറവുള്ളത് സുറിയാനി ക്രൈസ്തവരുടെ ഇടയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രാർത്ഥനയോടുകൂടി
പ്രാർത്ഥനയോടുകൂടി സംഘടിതമായൊരു പ്രയത്നത്തിൽ ഏർപ്പെടേണ്ടതല്ലേ? തീർച്ചയായും സീറോ മലബാർ സഭയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഡേറ്റ കളക്ഷൻ വളരെ ആദരവോടുകൂടി അഭിനന്ദനാർഹമായ ഒരു നടപടിയായി ഞാൻ കാണുകയാണ്. മറ്റെല്ലാ സഭാ സമൂഹങ്ങളും അത്തരത്തിലുള്ള ഒരു ഡേറ്റ കളക്ഷൻ എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് ഓരോ സമുദായത്തിൻ്റെയും HR ഓഡിറ്റ് നടത്തണം, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് നടത്തണം എന്നത് നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഉറച്ച തീരുമാനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമുക്കൊരു പുതിയ മുദ്രാവാക്യം സ്വീകരിക്കാം. ക്രൈസ്തവ സമൂഹത്തിലെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന, സമർപ്പണ ജീവിതം നയിക്കുന്ന എല്ലാ സന്യസ്തരും വൈദിക ശ്രേഷ്ഠരും നമുക്ക് ഒരുമിച്ച് നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാം. ഒരു പുതിയ മുദ്രാവാക്യം നമുക്ക് സ്വീകരിക്കാം. ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെ വിശ്വാസിയോടൊപ്പം ഒരു തീർത്ഥയാത്ര നമുക്ക് നടത്താം. അതിന് രൂപതാ വൈദികർ, സമർപ്പിത വൈദികരുടെ, സന്യാസ വൈദികരുടെയും സമർപ്പിതരായ സിസ്റ്റേഴ്സിൻ്റെയും വിവിധ ഭക്ത സംഘടനകളുടെ, സാമുദായിക സംഘടനകളുടെ നേതാക്കളുടെയും ഒക്കെ സഹകരണം ഒരുമിച്ച് തേടിയെടുത്ത് ഒരു ഇടവകയിൽ, ഒരു രൂപതയിൽ സംഘടിതമായ ഒരു വിഭവ വിതരണത്തിലൂടെ ഓരോ കുടുംബത്തിലും എത്തിച്ചേർന്ന് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, HR ഓഡിറ്റ് നടത്തിയെടുത്ത് നമ്മുടെ സമുദായത്തിൻ്റെ ഒരു ഡേറ്റ കളക്ഷൻ, ഒരു സാമുദായിക ഭദ്രതയുടെ ഒരു കണക്ക് നമുക്ക് എത്രയും വേഗം സംഘടിപ്പിക്കാം. ഒരു പരിധിവരെ എല്ലാം നമ്മുടെ രൂപതാ കേന്ദ്രങ്ങളിലും വിവിധ ഇടവകകളിലും എല്ലാം ഉള്ള നമ്മുടെ കൃത്യമായ ഡേറ്റ, നമ്മുടെ മാമോദിസായി ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ആത്മസ്ഥിതി കണക്ക് എന്ന പുസ്തകത്തിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഒരു വീട്ടിലെ പ്രായോഗിക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും അടയാളപ്പെടുത്തുന്ന വർത്തമാനകാല ജീവിത പ്രാരാബ്ധങ്ങളുടെ ഒരു കണക്ക് പുസ്തകം കൂടി സഭയുടെ അൽമായ നേതൃത്വത്തിൻ്റെ കൈകളിലുണ്ട്. നിന്റെ കടം വീട്ടാൻ വേണ്ടി, മുഴുവൻ വീട്ടാൻ ഒരു വികാരിയസിന് പറ്റണം എന്നുള്ള അർത്ഥത്തിലല്ല. നിന്റെ കടം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടായ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും വീട്ടാൻ സഭയൊന്നാകെ നേതൃത്വം കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലുമല്ല. പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എനിക്കറിയാം മകനെ, അതെൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ അൾത്താരയുടെ പ്രാർത്ഥനയാണ് എന്ന് ഒരു വിശ്വാസിയോട് പറയാൻ കഴിയുന്ന ഒരു ഹൃദയബന്ധം, അത് ഇനിയുള്ള യാത്രയിൽ വിശ്വാസ സമൂഹവും വൈദിക സമർപ്പിത സമൂഹവും അൽമായ സംഘടിത നേതൃത്വവും ഒറ്റക്കെട്ടായി പ്രാവർത്തികമാക്കുകയാണ് ഈ സമുദായത്തിൻ്റെ താഴേക്കുള്ള വളർച്ചയ്ക്ക് ഒരു വിലങ്ങ് വയ്ക്കാൻ, ഒരു തടസ്സം വയ്ക്കാനുള്ള പോംവഴിയെന്ന് പ്രാർത്ഥനാപൂർവം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ കുടുംബത്തിലെ ഒരു വിവാഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തിയുടെയും അയാളുടെ മാതാപിതാക്കളുടെയും അടുത്ത സ്വന്തം വീട്ടിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതാണ് അടുത്തൊരു മനോഭാവ മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന മറ്റൊരു ചിന്ത. ഒരിടവകയിൽ പ്രായം തികഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരുടെ ഒരു ഓഡിറ്റ് നടത്തിയാൽ, ഒരു ഡേറ്റ എടുത്താൽ, അവർക്ക് വിവാഹം നടത്തിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ ഇടവകയിലെ അൽമായ സംഘടിത നേതൃത്വത്തിന്, പൗരോഹിത്യ നേതൃത്വത്തിന്, വികാരിയച്ഛനും വൈദികരും സന്യസ്തരും ഉൾപ്പെടെയുള്ള ആത്മീയ നേതൃത്വത്തിനും അൽമായ നേതൃത്വത്തിനും കൂടിയുള്ള കൂട്ടുത്തരവാദിത്തമായിട്ട് മാറുന്ന ഒരു വർത്തമാനകാലം ഉണ്ടാകട്ടെ എന്നതാണ് എളിയ പ്രാർത്ഥന ഈ ഒരു കൺവെൻഷൻ്റെ. അപ്പോൾ ഈ ഒരു ഭാരം, 35 വയസ്സായി, 40 വയസ്സായി, കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ക് നീറി ചങ്കിൽ ഇങ്ങനെ അമ്മിക്കല്ല് കയറ്റി വെച്ച പോലെ ശ്വാസം വലിക്കാൻ വിമ്മിഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു വിശ്വാസിയുടെ, ഈ വഴിയരികിൽ പഥികനായി വീണ് കിടക്കുന്ന, ഈ മുറിവേറ്റവൻ്റെ ഭാവി ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷ തകർന്നുപോയ ഈ വിശ്വാസിയുടെ ഈ ഭാരമൊന്ന് ലഘൂകരിക്കാൻ, അവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവൊന്ന് വെച്ച് കെട്ടാൻ, അവൻ്റെ ആത്മാവിൻ്റെ നീറ്റലിൽ ഒരല്പം സൗഖ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തേൻതുള്ളി ഇറ്റുവീഴിക്കാൻ ഒരു സംഘടിത ശ്രമം നമ്മൾ ആരംഭിക്കണം.
നമ്മൾ ആരംഭിക്കണം. എല്ലാ സഭാ സമൂഹവും ആരംഭിക്കണം. അങ്ങനെ ഒത്തൊരുമയോടെയുള്ള ഒരു പരിശ്രമം നടത്തേണ്ടത് എന്തിനാണ് എന്നെൻ്റെ പ്രിയപ്പെട്ടവർക്കറിയാം. കാരണം 16% ക്രൈസ്തവ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞു പോലും ഇല്ല എന്നുള്ള ഒരു കണക്ക് ഇന്നലെ പ്രിയപ്പെട്ട വട്ടായിലച്ചൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. 16% കുടുംബങ്ങളിലാണ് ഒരു കുഞ്ഞു പോലും ഇല്ലാത്തത്. ഒരു 15 വർഷം 20 വർഷം കഴിയുമ്പോൾ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും? ആരാണ് അതിന് ഉത്തരവാദി? അന്നത്തെ മക്കൾ ഒന്നും ഒറ്റയുമായി ഓരോ വീട്ടിലും ഒറ്റയ്ക്കിരുന്ന് വളരുന്ന മക്കൾ, അല്ലെങ്കിൽ അന്നത്തെ കാർന്നോമാർ തിരിഞ്ഞു നിന്ന് ഈ 2020 ചോദിക്കും, ഇവിടെ ഈ കത്തോലിക്ക സഭയെ നയിക്കാൻ, ഈ ക്രൈസ്തവ സമൂഹത്തെ നയിക്കാൻ, വിവിധ ക്രൈസ്തവ സഭാ വിവാഹങ്ങളെ നയിക്കാൻ ഇവിടെ ആത്മീയ നേതാക്കൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. കാലം തിരിഞ്ഞു നിന്ന് ചോദിക്കും. ഇന്നത്തെ ക്രൈസ്തവ നേതാക്കളുടെ മുമ്പിലേക്ക്, മത നേതാക്കളുടെ മുമ്പിലേക്ക് 20 വർഷത്തിനപ്പുറത്തുള്ള കാലം തിരിഞ്ഞു നിന്ന് ചോദിക്കും, എവിടെയായിരുന്നു നിങ്ങൾ? എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ? എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? എന്തായിരുന്നു നിങ്ങളുടെ പരിപാടി? എന്തുകൊണ്ട് വിശ്വാസികളുടെ സാമൂഹിക ഭദ്രത, ജീവിത ഭദ്രതയെ ഉറപ്പുവരുത്താൻ സഭകളുടെ മതിലുകൾ ഇടിച്ചു കളഞ്ഞ്, രൂപതകളുടെ മതിലുകൾ ഇടിച്ചു കളഞ്ഞ്, സന്യാസ സഭകളുടെയും രൂപതകളുടെയും തമ്മിലുള്ള കയ്പ് നീർക്കുടങ്ങൾ ഉടച്ചു കളഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ കൈകോർത്തില്ല എന്ന് കാലം തിരിഞ്ഞു നിന്ന് ചോദിക്കും. അന്നുത്തരം പറയാൻ ആരും ഇവിടെ ഉണ്ടാവില്ല. അന്നുത്തരം പറയാൻ ശൂന്യമായ ദേവാലയങ്ങളും അന്നുത്തരം പറയാൻ ശൂന്യമായ ക്രൈസ്തവ ഭവനങ്ങളും മാത്രമേ ഇവിടെ അവശേഷിക്കൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വർത്തമാനകാലത്തിൽ പ്രാർത്ഥനാപൂർവം നമുക്ക് തിരിച്ചറിയാം. തിരിച്ച് ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ മുഴുവൻ സംഘടിത സംവിധാനത്തെയും നമുക്ക് ഒരുമിപ്പിക്കാം. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പൂർണ്ണമായും സംഘടിതമാണ്. എന്നാൽ ആ സംഘടിത സംവിധാനങ്ങൾ പലപ്പോഴും സംഘടനങ്ങൾക്ക് കാരണമാകാനുള്ള ഉപാധികളായി നിലനിൽക്കുകയാണ്. റീത്തുകളുടെ സംവിധാനങ്ങൾ, വിവിധ ശ്ലൈഹിക സഭകളുടെ സംവിധാനങ്ങൾ, ഓരോ സഭയിലെയും വിവിധ രൂപതകളുടെ സംവിധാനങ്ങൾ, വിവിധ സന്യാസ സമൂഹങ്ങളുടെ സംവിധാനങ്ങൾ കഴിഞ്ഞ മിസ്പ കൺവെൻഷനിൽ നമ്മൾ പങ്കുവെച്ചതുപോലെ ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തകരുന്നു. ഇവിടെ വിശ്വാസി സമൂഹത്തിന്റെ ഭദ്രത, സഭയുടെ ഭാവിക്ക് എന്ന ശീർഷകം വെച്ചുകൊണ്ട് വേണം ഇനി എൻ്റെ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കൾ സംഘടിക്കാൻ. സംഘടനത്തിന് വേണ്ടിയല്ല, സങ്കടങ്ങൾ തീർക്കാൻ നമുക്ക് ഒരുമിക്കാം. ഈ ഒരു പ്രാർത്ഥനാപൂർവമായ വിചിന്തനം നമ്മുടെ മിസ്ബ കൺവെൻഷന്റെ 2ാം ദിവസത്തിന്റെ പ്രാർത്ഥനയായി അർപ്പിക്കുമ്പോൾ എൻ്റെ ഓരോ ചുവടിലും ഞാൻ ഇരുപുറവും ഇനി നോക്കും. മുറിവേറ്റ് കിടപ്പുണ്ടോ? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സഭയിൽ വിശ്വസിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ മാത്രം ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ, സംവരണമില്ലാതെ, സാമ്പത്തിക ഭദ്രതയില്ലാതെ, എന്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും ലഭ്യമല്ലാതെ സംഘടിതരായി വന്ന് കൊള്ളയടിച്ചു പോകുന്ന കൊള്ളക്കാരുടെ അട്ടഹാസങ്ങൾ കേട്ട് ഞെട്ടി പൊട്ടിത്തെറിച്ച് ഈ ജീവിത വഴിയാത്രയിൽ ഇങ്ങനെ പിടഞ്ഞു വീണ് കിടപ്പുണ്ടോ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതധാരയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും എന്ന് ചിന്തിക്കാനുള്ള ഈ ഒരു ഉത്തരവാദിത്വം ഞാനിവിടെ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉൾപ്പെടുന്ന CMI സന്യാസ സഭയുൾപ്പെടെ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ മുഴുവൻ സന്യാസ സഭകളും, ഓരോ ആശ്രമവും, ഓരോ കന്യാസ്ത്രീ മഠങ്ങളും തങ്ങളുടെ പരിസരത്തുള്ള ക്രൈസ്തവ കുടുംബങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള പ്രാർത്ഥനാപൂർവമായ പഠനം നടത്തുവാൻ ഈ ഒരു കൺവെൻഷൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രചോദനം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
സംഘടിതമായ ശേഷി പ്രകടിപ്പിക്കാൻ സംഘടനാ വൈഭവം നിലനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അഭിനന്ദനാർഹമാണ്. പക്ഷേ അഭിലഷണീയമാണോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ചിരുന്ന് ചിന്തിക്കാം. 20 വർഷത്തിന് ശേഷമുള്ള കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലവിളി കേൾക്കാനുള്ള കാതിൻ്റെ തുറവി എഫാത്ത എന്ന ഈശോയുടെ ആ ഒരു നാവിൽ നിന്ന് പൊട്ടി വീണ ആ ഒരു വചനം കൊണ്ട് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം സക്കറിയ കമ്മീഷൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സമൂഹം ശ്രദ്ധ കൊടുക്കേണ്ടത് അനാവശ്യമായ ധൂർത്ത് അവസാനിപ്പിച്ചുകൊണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. വിവാഹം, മറ്റു കൂതാശകൾ, എന്തിനും മരണം പോലും ലക്ഷക്കണക്കിന് രൂപ ധൂർത്തടിച്ച് കളയാനുള്ള ഒരു അവസരമാക്കി ഒരു പാരമ്പര്യം പോലെ ക്രൈസ്തവ സമൂഹം കരുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആഡംബര ചെലവ് കുറച്ച് ഉൽപാദനക്ഷമമായ കർമ്മ മേഖലകളിൽ സാമ്പത്തിക സ്രോതസ് വിന്യസിക്കാനുള്ള ഒരു ബുദ്ധിപൂർവമായ പരിശീലനം സാമൂഹികമായി നേടിയെടുക്കേണ്ടത് ഈ ഒരു സമുദായത്തിൻ്റെ, ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. രണ്ടാമതായി, കൃഷിയുടെയും വ്യാപാരത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കാര്യത്തിൽ ഒരു സ്വാശ്രയ സ്വഭാവം വളർത്തിയെടുക്കണം എന്നൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കാർഷിക വൃത്തി നടത്തുക, കച്ചവടം നടത്തുക, വ്യാപാരങ്ങൾ നടത്തുക, അതിന് പകരം ഒരു സമുദായത്തിൻ്റെ സംഘടിതമായ കൂട്ടായ്മയിലൂടെ രൂപപ്പെടുന്ന ഒരു സ്വാശ്രയ ഭാവത്തിലേക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ഒരു അതിജീവനത്തിനുള്ള, മണ്ണിനോടുള്ള ഈ ഒരു ഏറ്റുമുട്ടലിൽ ഈ ഒരു അതിജീവനത്തിൻ്റെ കൂട്ടായ്മ ഉണരട്ടെ എന്നതാണ് നമ്മൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കുന്നത്. മൂന്നാമതായി, വിവിധ സഭാ വിഭാഗങ്ങൾ തമ്മിൽ തീർച്ചയായും ഒരു സെക്കൻഡ് പോലും മാറ്റി നിർത്താതെ ഹൃദയപൂർവമായ ഐക്യമുണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾക്കിവിടെ എക്യുമിനിസം എന്ന ഒരു സംവിധാനമുണ്ട്. വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ്. എക്യുമിനിസം ആഘോഷിക്കപ്പെടുന്നത് പലപ്പോഴും ഏതെങ്കിലും നഗരത്തിൻ്റെ ഹൃദയത്തിൽ നടത്തുന്ന എക്യുമിനിക്കൽ കരോൾ സർവീസിലൂടെ മാത്രമാണ്. അന്നേരം മാത്രം ഈ പറയുന്ന സഭാ പ്രതിനിധികളൊക്കെ ഒരുമിച്ച് വരികയും തണുപ്പടിച്ച് കരോൾ പാട്ട് കേട്ട് കേക്ക് കഴിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു എക്യുമിനിസത്തിനപ്പുറത്ത് ഇവിടെ ക്രൈസ്തവ സമുദായത്തിൻ്റെ ജനസംഖ്യാ നിരക്ക് കുത്തനെ താഴേക്ക് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തി പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ ഇവിടെ വിവിധ സഭാ സമൂഹങ്ങളുടെ ആത്മീയ നേതാക്കളും സമുദായ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് ഇനി മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട്. നാലാമതായി, കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള പ്രായവ്യത്യാസം വല്ലാതെ കൂടുന്നതായുള്ള ഒരു കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും നമ്മുടെ സഭാ സംവിധാനങ്ങളിൽ ഒട്ടേറെ പരിശീലനങ്ങൾക്ക്, സാമൂഹിക ഇടപെടലുകൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. എന്നാൽ വൃദ്ധരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആധുനിക കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള സംഘടിത പരിശ്രമം നടത്തേണ്ടത് ആവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരുകയാണ്. ഈ ഒരു വചനവിചാരം, സാമൂഹിക സമുദായ ബോധന വിചാരങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു സ്വപ്നം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളുടെ മുമ്പിൽ ആത്മീയ നേതാക്കളുടെ, പുരോഹിത ശ്രേഷ്ഠരുൾപ്പെടുന്ന പൗരോഹിത്യ വിഭാഗത്തിൻ്റെയും സമർപ്പിതരുടെയും സന്യസ്തരുടെയും മുമ്പിൽ ഒരു പ്രാർത്ഥനയോടെ ഒരു എളിയ സ്വപ്നം പങ്കുവയ്ക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഓരോ രൂപതയും ഓരോ സഭയും ഓരോ രൂപതയും കത്തോലിക്ക സഭയിലെ വിവിധ സന്യാസ സമൂഹങ്ങളും
ഓരോ വർഷവും ചെയ്യുന്ന, ആരോടും പറയാതെ ചെയ്യുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സാമൂഹിക സേവന പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം, അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സാമൂഹിക സേവന നിധിയുടെ ഒരു 25% എല്ലാ സഭകളും രൂപതകളും ഒരുമിച്ച് ചേർന്ന് സമുദായത്തിൻ്റെ വിശ്വാസികളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കായി സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന അതിജീവനത്തിൻ്റെ ആത്മമന്ത്രത്തിനു വേണ്ടി പലിശരഹിത വായ്പ കൊടുക്കുവാൻ ഒരു സഞ്ചിത നിധി രൂപീകരിക്കണം എന്നൊരു സ്വപ്നം. അങ്ങനെ പലിശയില്ലാതെ കടം വാങ്ങി അധ്വാനിച്ച് പണം തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഈ ഒരു സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ ക്രമം ഇവിടെ കത്തോലിക്ക സഭയിലുണ്ടാവട്ടെ, ക്രൈസ്തവ സമൂഹത്തിലുണ്ടാവട്ടെ. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാമ്പത്തികമായ അസ്ഥിരത കൊണ്ടുണ്ടാകുന്ന, പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ കഴിയാതെ നിൽക്കുന്ന മക്കളുടെ കുടുംബജീവിത തകർച്ചയ്ക്ക്, അതുവഴി ഉണ്ടാകുന്ന സമുദായ തകർച്ചയ്ക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ പ്രായോഗികമായ നിലപാടെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം എൻ്റെ എളിയ വിചാരങ്ങളോട് ഹൃദയം ചേർത്ത് വെച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സമ്യക്കായ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം കൂടെയായിരുന്ന എല്ലാ നല്ലവരായ വിശ്വാസി സഹോദരങ്ങളോടും ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമി ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമി ആരാധന, 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 ആരാധന.
ദുഃഖങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമി ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമി ആരാധന. ആരാധന 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 ആരാധന. ദൈവികാരുണ്യത്തിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ദൈവികാരുണ്യ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപികളായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അങ്ങ് മനുഷ്യനായി അവതരിച്ച് മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവപിതാവിൻ്റെ ഹൃദയത്തിൽ മനുഷ്യമക്കൾക്ക് ഇടമൊരുക്കാൻ അങ്ങ് തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, അങ്ങയെ ദൈവമായി ആരാധിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവീകമായ കൃപാവരങ്ങൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഓരോ ദിവസവും ഏറ്റുവാങ്ങുവാൻ അങ്ങ് അനുഗ്രഹം നൽകിയിട്ടുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഈ നാട്ടിൽ സാഹോദര്യ ബോധത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന വ്യത്യസ്തമായ മതധാരകളിൽ ഈശ്വര ദർശനം അന്വേഷിക്കുന്ന എല്ലാ നല്ല സഹോദരങ്ങളെയും, നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യ സഹോദരങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, ഈ കൊറോണ ബാധയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ആരോഗ്യമുള്ള, ശക്തിയുള്ള, സ്നേഹമുള്ള, പ്രതീക്ഷയുള്ള ഒരു പുതിയ സമൂഹമാക്കി അങ്ങ് ഞങ്ങളെ മാറ്റിയെടുക്കണമേ. നല്ല ഈശോയെ, ഷക്കീന ചാനലിലെ ഈ മിസ്ബ കൺവെൻഷനിലൂടെ അങ്ങയുടെ വിശ്വാസികളുമായി അങ്ങ് പങ്കുവയ്ക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനോട് ബന്ധപ്പെട്ട ജാഗ്രതാ വിചാരങ്ങൾ നല്ല ഈശോയെ ഉറച്ച തീരുമാനമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുതി വെച്ച് തരണമേ. ഞങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചാൽ തീർച്ചയായും എല്ലാ സഭാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായി വിശ്വാസി സഹോദരങ്ങൾക്ക് അതിജീവനത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ സാധ്യമായ വഴികളൊരുക്കും എന്നതൊരു സത്യമാണ് എന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഈശോയെ. ഞങ്ങളിങ്ങനെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഒറ്റപ്പെടാനും അകലാനും പരസ്പരം മുഖം തിരിക്കാനുമുള്ള ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന്
ഞങ്ങളുടെ വിശ്വാസവുമായി ചേർത്ത് വ്യാഖ്യാനങ്ങൾ നൽകി കാര്യത്തിലേക്ക് വരുമ്പോൾ തമ്മിൽ കാണാൻ മേലാത്ത സാഹചര്യം ഞങ്ങൾക്കുണ്ടായി പോവുകയാണ് ഈശോയെ. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ ഒരു വർത്തമാനകാല കേരള ക്രൈസ്തവ സമൂഹത്തെ കാണുവാനും കൃത്യമായ പരിഹാര മാർഗങ്ങൾ നിർണയിക്കുവാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ സഭയിലെ പുരോഹിത ശ്രേഷ്ഠർക്ക് അങ്ങ് നൽകണമേ എന്ന് നല്ല കർത്താവേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുകയാണ് ഈശോയെ. നേതൃത്വം നൽകേണ്ടവർക്ക് ഹൃദയ ഐക്യമുണ്ടായാൽ മാത്രമേ അടിത്തട്ടിലുള്ള വിശ്വാസികൾക്ക് സാമുദായിക ബോധവും വിശ്വാസ സമൂഹത്തിൻ്റെ ഒരുമിച്ചുള്ള വളർച്ചയും സാധ്യമാവുകയുള്ളൂ എന്ന് ഞങ്ങളെ ഇനി ആര് വന്ന് പഠിപ്പിക്കണം തമ്പുരാനെ. ഇങ്ങനെ തകർന്ന് തളർന്ന് താഴേക്ക് പതിക്കുന്നത് കണ്ടിട്ടും ഒരു മനസ്സാക്ഷിയുമില്ലാതെ കടുംപിടുത്തത്തിന്റെ ഭാഷ മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഭിന്നത നിലനിർത്താനുള്ള കാരണങ്ങളെ പറ്റി ഗവേഷണം നടത്തുവാനുള്ള പുരോഹിതനായി എൻ്റെ നിഷേധാത്മകമായ വാസനയെ, പൈശാചികമായ വാസനയെ നല്ല ഈശോയെ അങ്ങ് മാറ്റിത്തരണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നല്ല ഈശോ, നീ ഞങ്ങൾക്ക് വേണ്ടി പിതാവിനോട് നടത്തുന്ന ഹൃദയമന്ത്രങ്ങളുടെ പ്രാർത്ഥന, പിതാവേ, ഞാൻ അങ്ങയിൽ ഒന്നായിരിക്കുന്നത് പോലെ അങ്ങെനിക്ക് തന്നവരും എന്നിൽ ഒന്നായിരിക്കുവാൻ. എൻ്റെ ദൈവമേ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യം വിശ്വാസി സമൂഹങ്ങളിൽ ഉണ്ടാവുക എന്ന അങ്ങയുടെ സ്വപ്നം, അത് നടപ്പിലാക്കേണ്ടത് ആരാണ് തമ്പുരാനെ? അത് നടപ്പിലാക്കേണ്ടവർക്ക് പരസ്പരം വിനയവും എളിമയും നൽകി ഞങ്ങളുടെ ആത്മായ നേതൃത്വവും ആത്മീയ നേതൃത്വവും ഒറ്റക്കെട്ടായി വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വിശ്വാസികളുടെ നിലനിൽപ്പ് വേണമെന്ന് തീരുമാനമെടുക്കാനുള്ള കരുത്ത് കൊടുക്കണമേ തമ്പുരാനെ, കൃപ കൊടുക്കണമേ. നല്ല ഈശോയെ, എല്ലാ ക്രൈസ്തവ മക്കൾക്കും കഠിനാധ്വാനത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, അതിജീവനത്തിൻ്റെ വരം നൽകണമേ. ഞങ്ങളോടൊപ്പം ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യ സഹോദരങ്ങൾക്കും അങ്ങ് അഭിവൃദ്ധി നൽകണമേ. ഒപ്പം മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ട്, മറ്റുള്ളവരുടെ കഠിനാധ്വാനം കണ്ട്, മറ്റുള്ളവരുടെ വിജയം കണ്ട് കൈയടിക്കാനും അതിശയിക്കാനും മാത്രമുള്ള ഒരു സമൂഹമായി ഞങ്ങളെ അങ്ങ് മാറ്റരുത് തമ്പുരാനെ. കഠിനമായി പ്രയത്നിച്ച് അങ്ങയുടെ സ്നേഹം പങ്കുവെച്ച് വളരുന്ന, അങ്ങയുടെ സ്നേഹം മറ്റെല്ലാവരിലേക്കും പങ്കുവെച്ച് വളരുന്ന ഒരു നല്ല സമൂഹമായി ഞങ്ങളിവിടെ നിലനിൽക്കാൻ ഞങ്ങളുടെ കുടുംബ ഭദ്രത, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ സമുദായത്തിന്, സമൂഹത്തിന് മാധ്യമ ഭദ്രത അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ. അങ്ങയോട് ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്, ഒരുമിക്കാൻ, എല്ലാ ഭിന്നതകളും മറന്നൊരുമിക്കാൻ. നല്ല കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. എല്ലാ വിദ്വേഷങ്ങളും മറന്ന് സ്നേഹിക്കാൻ അങ്ങ് ഞങ്ങളിൽ അനുഗ്രഹം ചൊരിയണമേ. ഒരുമിച്ചിടാൻ
ഞങ്ങൾ ഒരുമിച്ചിടാൻ യേശുവേ നിൻ കൃപ ചൊരിയണമേ. ഒരുമിച്ചിടാൻ ഞങ്ങൾ ഒരുമിച്ചിടാൻ യേശുവേ നിൻ കൃപ ചൊരിയണമേ. സ്നേഹിച്ചിടാൻ തമ്മിൽ സ്നേഹിച്ചിടാൻ സ്നേഹമാം ദൈവമേ കനിയണമേ. സ്നേഹിച്ചിടാൻ തമ്മിൽ സ്നേഹിച്ചിടാൻ സ്നേഹമാം ദൈവമേ കനിയണമേ. നല്ല ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭിന്നത അകറ്റിത്തരണമേ ഈശോയെ. ഞങ്ങളുടെ സാധ്യതകൾ ഒരുമിച്ച് ചേർത്ത് ഞങ്ങളുടെ സമൂഹത്തിന് അതിജീവനത്തിനുള്ള വഴി തുറന്നു കൊടുക്കാൻ അങ്ങ് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ ഒരുമിപ്പിക്കാത്തതൊന്നും അങ്ങയിൽ നിന്നല്ല എന്ന സത്യം അങ്ങയുടെ നാമത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം അടുത്തിരിക്കാൻ പറ്റാത്ത രീതിയിൽ, ഞങ്ങളുടെ നേതാക്കൾക്ക് പരസ്പരം അടുത്തിരിക്കാൻ പറ്റാത്ത രീതിയിൽ, ഞങ്ങളുടെ സഭാ സമൂഹങ്ങൾക്ക് പരസ്പരം രമ്യതപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് ന്യായങ്ങളാണെങ്കിലും ഞങ്ങളെ ഒരുമിപ്പിക്കാത്തതൊന്നും അങ്ങയിൽ നിന്നുള്ളതല്ല എന്ന് നല്ല ഈശോ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിച്ചിടാൻ അതിജീവിച്ചിടാൻ ഞങ്ങൾ ഒന്നായി മുന്നേറാൻ കൃപ തരണേ. ജീവിച്ചിടാൻ അതിജീവിച്ചിടാൻ ഞങ്ങൾ ഒന്നായി മുന്നേറാൻ കൃപ തരണേ. ഞങ്ങളെ ഒരുമിപ്പിക്കാത്തതൊന്നും നിന്നിൽ നിന്നല്ലെന്നറിയട്ടെ. ഞങ്ങളെ ഒരുമിപ്പിക്കാത്തതൊന്നും നിന്നിൽ നിന്നല്ല എന്നറിയട്ടെ. ഞങ്ങൾ ഒരുമിച്ചിടാൻ ഞങ്ങൾ ഒരുമിച്ചിടാൻ യേശുവേ നിൻ കൃപ ചൊരിയണമേ. സ്നേഹിച്ചിടാൻ തമ്മിൽ സ്നേഹിച്ചിടാൻ സ്നേഹമാം ദൈവമേ കനിയണമേ. നല്ല ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തിന് ക്ഷതമേൽപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ധീരമായി അഭിമുഖീകരിച്ച് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു സമൂഹമായി അങ്ങ് ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ വിശ്വാസികളെ പരിഹസിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ വിശുദ്ധ പ്രതീകങ്ങളെ വികൃതമാക്കുന്നവരുണ്ട്. നല്ല ഈശോയെ, ഞങ്ങൾ ഇന്ന് വിശുദ്ധരായി വണങ്ങുന്ന എല്ലാ വിശുദ്ധരും അങ്ങയുടെ വിശ്വാസത്തെ, അങ്ങയിലുള്ള വിശ്വാസത്തെ, അങ്ങയുടെ തിരുനാമത്തെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകിയവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് തമ്പുരാനെ. സത്യവിശ്വാസത്തിന് എതിരെ ഉയരുന്ന മുഴുവൻ ആക്രമണങ്ങളുടെയും മുമ്പിൽ അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളവും അങ്ങയുടെ തിരുനാമത്തിന്റെ ശക്തിയും കൊണ്ട് നല്ല ഈശോ വിശ്വാസ ഭദ്രതയിൽ വളരുന്ന ഒരു സമൂഹമാക്കി അങ്ങ് ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ മക്കൾക്ക്
നല്ല വിവാഹ പങ്കാളികളെ, ജീവിത പങ്കാളികളെ ലഭിക്കുവാനും സന്താന സൗഭാഗ്യം ലഭിച്ച് നല്ല കുടുംബജീവിതം നയിക്കുവാനും അനുഗ്രഹം നൽകണമേ ഈശോയെ. വിവാഹം നടക്കാതെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന നൂറുകണക്കിന് മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുമുമ്പിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, അങ്ങ് കാണുന്നുണ്ടല്ലോ തമ്പുരാനെ. വിവാഹം നടക്കാൻ പറ്റാതെ വേദനിക്കുന്ന, വിവാഹം മുടങ്ങിപ്പോയവർ, പലതരത്തിൽ പരിശ്രമിച്ചിട്ടും മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കാത്തവർ, ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ദാമ്പത്യ ഭദ്രത അങ്ങ് നൽകണമേ ഈശോയെ. വിവാഹിതർക്ക് സന്താന സൗഭാഗ്യം നൽകണമേ ഈശോയെ. അങ്ങയുടെ കരുണ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസപത്രത നൽകണമേ, സത്യ സഭയുടെ സ്വന്തമായി വളർത്തണമേ. വിശ്വാസപത്രത നൽകണമേ, സത്യ സഭയുടെ സ്വന്തമായി വളർത്തണമേ. ദാമ്പത്യ ഭദ്രത നൽകണമേ നാഥ, സന്താന സൗഭാഗ്യം നീ തരണേ. ദാമ്പത്യ ഭദ്രത നൽകണമേ നാഥ, സന്താന സൗഭാഗ്യം നീ തരണേ. ഒരുമിച്ചിടാൻ ഞങ്ങൾ ഒരുമിച്ചിടാൻ, യേശുവേ നിൻ കൃപ ചൊരിയണമേ. സ്നേഹിച്ചിടാൻ തമ്മിൽ സ്നേഹിച്ചിടാൻ, സ്നേഹമാം ദൈവമേ കനിയണമേ. നല്ല ഈശോയെ, ഒത്തിരി അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തിക ഭദ്രതയില്ലാതെ കടബാധ്യതകളിൽ വീണുടഞ്ഞു പോകുന്ന ജീവിത സ്വപ്നങ്ങളുമായി അങ്ങയുടെ തിരുമുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് തൃക്കൺ പാർക്കണമേ. നല്ല ഈശോയെ, ജോലി സ്ഥിരതയില്ലാതെ, സമയത്ത് ശമ്പളം ലഭിക്കാതെ, എത്ര അധ്വാനിച്ചിട്ടും ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ലഭിക്കാതെ, മക്കളെപ്പോലും ജനിപ്പിക്കാൻ മടിക്കുന്ന കൊടിയ ദാരിദ്ര്യത്തിൻ്റെ ഇരകളായി നിന്റെ മക്കൾ മാറാതിരിക്കാൻ നല്ല ഈശോ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമ്പത്തിൽ വളർച്ചയുണ്ടാകുവാനായി ഞങ്ങൾക്കു വഴികൾ നീ തുറന്നിടണേ. സമ്പത്തിൽ വളർച്ചയുണ്ടാകുവാനായി ഞങ്ങൾക്കു വഴികൾ നീ തുറന്നിടണേ. മാധ്യമഭദ്രത കൈവരിക്കാനെന്നും മനസ്സുകളൊന്നാകാൻ വരം തരണേ. മാധ്യമഭദ്രത കൈവരിക്കാനെന്നും മനസ്സുകളൊന്നാകാൻ വരം തരണേ. ഒരുമിച്ചിടാൻ ഞങ്ങൾ ഒരുമിച്ചിടാൻ, യേശുവേ നിൻ കൃപ ചൊരിയണമേ. സ്നേഹിച്ചിടാൻ തമ്മിൽ സ്നേഹിച്ചിടാൻ, സ്നേഹമാം ദൈവമേ കനിയണമേ. പ്രിയമുള്ളവരെ, ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഗ്രഹം നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ
ഇന്നലെ ബഹുമാനപ്പെട്ട വട്ടായി അച്ഛനിലൂടെ നമ്മൾ ശ്രവിച്ചതും ഇന്ന് ഈ രണ്ടാം ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഏറ്റുവാങ്ങിയതുമായ നമ്മുടെ വിശ്വാസ സമൂഹ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ചിന്തകളെ നമുക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവികാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സഭയുടെ എല്ലാ മേഖലകളും സമുദായ ഭദ്രതയ്ക്ക് വേണ്ടി, വിശ്വാസ സമൂഹ ഭദ്രതയ്ക്ക് വേണ്ടി ഒരുമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്, നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചത് പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ അവസരം ലഭിക്കാതെ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. കത്തോലിക്ക സഭയുടെ ഏക ദിനപത്രമായ ദീപിക ദിനപത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട മാത്യു ചന്ദ്രൻകുന്നേലച്ചനും ചീഫ് എഡിറ്റർ ജോർജ് കുടിലിലച്ചനും ഇന്ന് മിസ്ബ കൺവെൻഷനിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ക്രൈസ്തവ സമൂഹത്തെ അറിയിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 33 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന എല്ലാ ക്രൈസ്തവ വ്യക്തികൾക്കും ദീപിക ദിനപത്രത്തിൽ സൗജന്യമായി അവരുടെ വിവാഹ പരസ്യങ്ങൾ നൽകാനുള്ള അവസരം ഇനി മുതൽ ഉണ്ടായിരിക്കും. അത് സഭയുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഷക്കേന ചാനൽ നടത്തുന്ന ഈ ഒരു സാമുദായിക ഉദ്ഗ്രഥന പദ്ധതിയോട് സഭയുടെ മാധ്യമങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ദിനത്തിൽ ദിവികാരുണ്യനാഥൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.